നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ ഇന്ത്യ പാകിസ്ഥാനെ നിഷ്പ്രയാസം അടിച്ചിടുമ്പോൾ അങ്ങ് ഇസ്രയേലിൽ വലിയ ആഹ്ലാദാരവം. ഇസ്രയേൽ ഇന്ത്യക്ക് നൽകിയ ഹാരൂപ്പ് ഡ്രോണുകളുടെ വിജയം കണ്ടാണ് ഈ ആഹ്ലാദത്തിമിർപ്പ്. ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച ഇന്ത്യക്കെതിരെ ആദ്യം ഷെല്ലാക്രമണവുമായി പാകിസ്ഥാൻ രംഗത്തെത്തി. എന്നാൽ തൊട്ടുപിന്നാലെ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അവർ മിസൈലുകൾ പായിച്ചു. അവിടെ ഇന്ത്യക്ക് രക്ഷയായത് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ചൈന സമ്മാനിച്ചവ. യുദ്ധം തുടങ്ങുമ്പോൾ പാകിസ്ഥാനുള്ള ആത്മവിശ്വാസവും അതുതന്നെയായിരുന്നു, തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം. എന്നാൽ അത്ഭുത കാഴ്ചയാണ് തുടർന്ന് നമ്മൾ കണ്ടത്. ഇസ്രയേൽ ഇന്ത്യക്ക് നൽകിയ ഹാരൂപ്പ് ഡ്രോണുകൾ എന്ന കൊലയാളി ഡ്രോണുകൾ നേരെ ലാഹോറിലേക്ക് പകർന്നു. ലാഹോറിൻ്റെ സുരക്ഷയ്ക്കായി കരുതിയിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ആദ്യം തന്നെ ആ ഡ്രോണുകൾ അടിച്ചിട്ടു. റഡാറുകളിൽ പതിയാത്ത കൊലയാളി ഡ്രോണുകൾ എന്നാണ് ഹാരൂപ്പ് ഡ്രോണുകൾ അറിയപ്പെടുന്നത്. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളും മിസൈലുകളുമൊക്കെ റഷ്യ ഇന്ത്യക്ക് നൽകിയ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ തകർത്ത് തരിപ്പണമാക്കി. രണ്ട് തലങ്ങളിലുള്ള ഈ ആക്രമണമാണ് ഇന്ത്യക്ക് സഹായകരമായത്. ഒരു വശത്ത് ഹാരൂപ്പ് ഡ്രോണുകൾ വിജയിക്കുന്ന കാഴ്ച, മറുവശത്ത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമായി തുടരുന്നു. ഇതിനിടയിൽ ഇന്ത്യൻ ചുണക്കുട്ടികൾ പാകിസ്ഥാന്റെ നഗരങ്ങളിൽ ഒന്നൊന്നായി ആക്രമണങ്ങൾ തുടർന്നു. ആദ്യം ഹാരൂപ്പ് ഡ്രോണുകൾ കൊണ്ട് ആക്രമണം തുടങ്ങിവെച്ച ഇന്ത്യ തൊട്ടുപിന്നാലെ മിസൈലുകൾ പായിച്ചു. ഒന്നല്ല, ഇഷ്ടം പോലെ മിസൈലുകൾ അങ്ങ് പടപട തൊടുത്തുവിട്ടു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അറിയപ്പെടുന്നത് സുദർശന ചക്ര എന്നാണ്. ഇന്ത്യയുടെ സുദർശന ചക്ര ഇന്നലെ പൂർണ്ണ വിജയം. ഹാരൂപ്പ് ഡ്രോണുകൾ വിജയം കണ്ട ആദ്യ ആക്രമണം ഇന്നലെ രാവിലെ നമ്മൾ കണ്ടതാണ്. ലാഹോറിൽ സജ്ജമാക്കിയിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി തകർത്തെറിഞ്ഞ കാഴ്ച. തുടർന്ന് ലാഹോറിൽ നടന്ന 3 വൻ സ്ഫോടനങ്ങൾ. അതിൻ്റെ തുടർച്ചയായി കറാച്ചിയിലും മറ്റു പട്ടണങ്ങളിലുമൊക്കെ ഹാരൂപ്പ് ഡ്രോണുകൾ നാശം വിതച്ചു. റഡാറിന് പോലും പലപ്പോഴും കണ്ടെത്താൻ പ്രയാസകരമാണ് ഹാരൂപ്പ് ഡ്രോണുകളെ. ഒരു മൂളൽ പോലെ അവർ ശത്രുവിന് മുകളിലെത്തും. പിന്നീട് കൊടുങ്കാറ്റ് പോലെ ആക്രമണം അഴിച്ചുവിടും. 20 കിലോഗ്രാം സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യാൻ ശക്തിയുണ്ട് ഈ ഹാരൂപ്പ് ഡ്രോണുകൾക്ക്. ഇസ്രായേൽ എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്ത ഈ ഹാരൂപ്പ് ഒരു അലഞ്ഞു തിരിയുന്ന യുദ്ധോപകരണമാണ്, അതും കൊലയാളി ഡ്രോണുകൾ. ഒരു ഡ്രോണിനും മിസൈലിനും ഇടയിലുള്ള സങ്കരയിനം. ഉയർന്ന ലക്ഷ്യങ്ങളെ അവർക്ക് നിഷ്പ്രയാസം ആക്രമിച്ച് തീർക്കാനാകും. വ്യോമ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളെ തിരിച്ചറിയാനുള്ള ഇവന്റെ കഴിവ് തന്നെയാണ് അവനെ ഏറെ വേറിട്ട് നിർത്തുന്നതും. മുൻപ് അർമേനിയ അസർബൈജാൻ യുദ്ധത്തിൽ അസർബൈജാന് വിജയം സമ്മാനിച്ച ഹാരൂപ്പ് ഡ്രോണുകൾ. ആഴത്തിലും കൃത്യതയിലും ആക്രമണങ്ങൾ നടത്താൻ ഹാരൂപ്പ് ഡ്രോണുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഇലക്ട്രോ ഒപ്റ്റിക് സീക്കർ ഉപയോഗിച്ച് ലക്ഷ്യമേഖലകളിൽ 9 മണിക്കൂർ വരെ അവൻ ചുറ്റിത്തിരിഞ്ഞു നിൽക്കും. പിന്നീട് ശത്രു ലക്ഷ്യങ്ങളെ ഒന്നിലധികം കോണുകളിൽ നിന്ന് കണ്ടെത്താനും തിരിച്ചറിയാനും ഈ ഡ്രോണുകൾക്ക് കഴിവുണ്ട്. പിന്നീടാണ് അവൻ്റെ മാരക പ്രഹരം. സാറ്റലൈറ്റ് ജാമിങ്ങിനോടുള്ള അവൻ്റെ പ്രതിരോധശേഷി അപാരമാണ്. തത്സമയ മനുഷ്യ മേൽനോട്ടവും സങ്കീർണമായ യുദ്ധക്കള പരിസ്ഥിതികളിൽ അതിന് സ്വയംഭരണ വഴക്കവും സമ്മാനിച്ചിരിക്കുന്നു. ഇന്നലെ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത് പാകിസ്ഥാനിൽ നിന്നയച്ച ഹമാസ് മോഡലിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച്. എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ഈ ഡ്രോണുകളെ പെട്ടെന്ന് തിരിച്ചറിയുകയും ആക്രമിച്ച് വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. 50 ഡ്രോണുകളെയാണ് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്നലെ തകർത്തെറിഞ്ഞത്. മെയ് 8-ാം തീയതിയും പിന്നീട് ഇന്നലെ രാത്രിയും നിരവധി ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ സായുധ സേന നടത്തിയത്. പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് ഡ്രോണുകളും മറ്റ് യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് നിരവധി ആക്രമണങ്ങൾ. എന്നാൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഫലപ്രദമായി ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. മറുവശത്ത് ഇന്ത്യയുടെ ഡ്രോണുകൾ പാകിസ്ഥാനിൽ നാശം വിതയ്ക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോണുകൾ ഒന്നൊന്നായി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം S-400 വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഉധംപൂർ, സാംബ, ജമ്മു, അഖ്നൂർ, നഗ്രോട്ട, പത്താൻകോട്ട് എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിലായി L-70 തോക്കുകൾ, Su-23 mm സിസ്റ്റങ്ങൾ, ഷിൽക്ക സിസ്റ്റങ്ങൾ, പ്രത്യേക കൗണ്ടർ UAS ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ സജ്ജമാക്കിയിരുന്നു. എന്താണ് ഒരു വ്യോമ പ്രതിരോധ സംവിധാനമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം.
വിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ വ്യോമഭീഷണികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നൂതന സൈനിക ഇൻസ്റ്റലേഷനുകൾ. ഇതാണ് എയർ ഡിഫൻസ് സിസ്റ്റം. വായുവിലൂടെ കടന്നുവരുന്ന അപകടങ്ങൾ കണ്ടെത്തുന്നതിനും അവയെ ട്രാക്ക് ചെയ്ത് നിർവീര്യമാക്കുന്നതിനും പ്രശസ്തമാണ് ഇത്തരം എയർ ഡിഫൻസ് സിസ്റ്റംസ്. ആധുനിക വ്യോമ പ്രതിരോധ ശൃംഖലകളുടെ ഏറ്റവും ശക്തമായ ഭാഗം റഡാർ സംവിധാനമാണ്. അവ പ്രാഥമിക കണ്ടെത്തൽ ഉപകരണങ്ങളായി ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിലുണ്ടാകും. സാധ്യതയുള്ള ഭീഷണികൾക്ക് വേണ്ടി ആ റഡാർ സംവിധാനങ്ങൾ നിരന്തരം ആകാശത്ത് സ്കാനിംഗ് നടത്തിക്കൊണ്ടിരിക്കും. ശത്രുവിന്റെ ഭാഗത്തു നിന്ന് കടന്നുവരുന്ന അപകട ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള നിർണായക ഡേറ്റ ശേഖരിക്കുന്നതാണ് ഇതിന്റെ പ്രാഥമിക തലം. തുടർന്നവ വിശകലനം ചെയ്യുകയും സാഹചര്യ അവബോധം വർദ്ധിപ്പിച്ച് പെട്ടെന്ന് തന്നെ പ്രത്യാക്രമണം നടത്തുകയും ചെയ്യും. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളാണ് AD സിസ്റ്റംസിന്റെ തലച്ചോർ. വിവിധ സെൻസറുകളിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുകയും ഡേറ്റ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു. പ്രതിരോധ ഉപകരണങ്ങൾ ഏകോപനത്തിലൂടെ പിന്നീട് തിരിച്ചടിക്കായി പെട്ടെന്ന് തിരിയുന്നു. മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണ് ഇന്ത്യക്ക് കൈവശമുള്ളത്. അപകടമേറിയ ഭാഗങ്ങളിലേക്ക് ഇവയെ വിന്യസിക്കാൻ കഴിയും. ഈ യൂണിറ്റുകളിൽ സാധാരണയായി വാഹനത്തിൽ ഘടിപ്പിച്ച റഡാർ, മിസൈലുകൾ, കമാൻഡ് സിസ്റ്റങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. തന്ത്രപരമായ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് വേഗത്തിൽ സ്ഥാനം മാറ്റാൻ ഇത് അനുവദിക്കുകയും ചെയ്യും. റഷ്യയുടെയും ഇസ്രായേലിന്റെയും ഉപരിതല വിമാന മിസൈൽ സംവിധാനങ്ങളുടെയും തദ്ദേശീയ ആകാശിന്റെയും മിശ്രിതമുള്ള ഇന്ത്യയുടെ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനം ഉജ്ജ്വല വിജയമാണ് ഇക്കഴിഞ്ഞ ദിവസം നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. ചൈനീസ് സംവിധാനങ്ങളെ പ്രധാനമായും ആശ്രയിക്കുന്ന പാകിസ്ഥാനേക്കാൾ വളരെ മികച്ചതായി ഇവ കണക്കാക്കപ്പെടുന്നു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഞൊടിയിടയ്ക്കുള്ളിൽ നമ്മുടെ ഡ്രോണുകൾ അടിച്ചിടുന്ന കാഴ്ചയായിരുന്നു ഇക്കഴിഞ്ഞ 2 രാത്രിയിലും പകലും നമ്മൾ കണ്ടത്. S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന് 380 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. 2018 ഒക്ടോബറിൽ റഷ്യയുമായി നമ്മൾ ഒപ്പുവെച്ച 40,000 കോടി രൂപയുടെ കരാർ. ഇതിന്റെ ഭാഗമായി 4 സ്ക്വാഡുകൾ ഇതിനകം തന്നെ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നത് കാരണമാണ് 2 സ്ക്വാഡുകൾ 2026-27 വർഷം വരെ വൈകിയത്. മറ്റൊരു വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ പക്കലുണ്ട്. അതും വളരെ ഭദ്രമായി 30,000 കോടി രൂപയുടെ പ്രാരംഭ പദ്ധതികളുടെ കീഴിൽ ഇസ്രയേലുമായി നമ്മൾ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനം. ഇതിന്റെ ദൂരപരിധി 70 കിലോമീറ്റർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് സംവിധാനത്തിന്റെ ദൂരപരിധി 25 കിലോമീറ്റർ. 15 കിലോമീറ്റർ ദൂരപരിധിയുള്ള സ്പൈഡർ സംവിധാനങ്ങൾ ഇന്ത്യയുടെ മറ്റൊരു കരുത്താണ്. വ്യോമസേനയും കരസേനയും ചേർന്ന് തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തവ. ചൈനീസ് കമ്പനികൾ വിതരണം ചെയ്യുന്ന HQ-9 വ്യോമ പ്രതിരോധ മിസൈൽ ബാറ്ററികളും റഡാറുകളുമാണ് പാകിസ്ഥാന്റെ പ്രധാന കരുത്ത്. അവയൊക്കെ ഇന്നലെ തകർന്നടിയുന്ന കാഴ്ച നമുക്ക് മുന്നിൽ. ഇതിന്റെ അടിസ്ഥാന വേരിയന്റിന് 120 കിലോമീറ്റർ ദൂരപരിധിയും ഏറ്റവും പുതിയവയിൽ 300 കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട് എന്ന് ചൈന അവകാശപ്പെടുന്നു. ചൈനയുടെ ആയുധക്കരുത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. എന്നാൽ നൊടിയിടയ്ക്കുള്ളിൽ പാകിസ്ഥാന്റെ ഈ ചൈനീസ് പാട്ട ഉപകരണങ്ങൾ നിലം പൊത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. ഇപ്പോഴിതാ പുതിയ പാക് പ്രകോപനത്തിന്റെ വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ സുരക്ഷ കർശനമാക്കി. ചണ്ഡിഗഡ്, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചണ്ഡിഗഡിൽ ഷെല്ലാക്രമണ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എയർ സൈറൺ മുഴങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറി. മറുവശത്ത് അതിർത്തിയിൽ നിന്ന് തുടർച്ചയായി പീരങ്കി ആക്രമണവും ഷെല്ലാക്രമണവും പാകിസ്ഥാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പാകിസ്ഥാൻ ആയുധസേന വെടിയുണ്ടകൾക്ക് വലിയ ക്ഷാമം നേരിടുന്നുവെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു. സാമ്പത്തിക പരാധീനതകളുടെ പേരിൽ മുൻപ് യുക്രൈന് തങ്ങളുടെ കൈവശമുള്ള വെടിയുണ്ടകൾ തൂക്കിവിറ്റിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ നിർണായക സമയത്ത് വെടിയുണ്ടകൾക്കായി പരക്കം പായുന്നു. ഇതിൽ തുർക്കിയിൽ നിന്ന് ഒരു ചരക്ക് വിമാനം പാകിസ്ഥാനിലെത്തിയെന്നും ഇത് ചില വെടിയുണ്ടകൾ കൈമാറ്റം ചെയ്യപ്പെടാനായിരുന്നുവെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ തുർക്കി ഇത് പൂർണ്ണമായും നിഷേധിക്കുന്നു. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാന് പൂർണ്ണ സഹായവുമായി മുന്നിട്ടിറങ്ങിയ ചൈന ഇപ്പോൾ പരിഭ്രമിച്ചു നിൽക്കുന്ന കാഴ്ച. ഇന്ത്യയുടെ മിസൈൽ കരുത്തും അത്ര നിസ്സാരമല്ല. എങ്കിലും പാകിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യയെ ഷെല്ലാക്രമണങ്ങളിലൂടെയും പാട്ട ഡ്രോണുകളിലൂടെയും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.